മോനെ ഹന്തുള്ള മൂൻ കാണാൻ വേണ്ടിക്കുന്നത് ഞാൻ പറയേണ്ടത്. ഹന്തുള്ള മൂൻ വന്നു ഒരു ലേശം മനുഷ്യത്വം ഉള്ളുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു കൊല്ലം കൊണ്ട് ലക്ഷദ്വീപിലെ ജനം അനുഭവിക്കേണ്ട കപ്പൽ ഗതാഗതം അതിനാ ദുരിതം എന്നാന്നുള്ള എന്നാ മൂൻ മനസ്സിലാക്കണം. ഈ ഒരു കൊല്ലത്തിനിടെ എന്നാ മൂൻ ജയിച്ചു പോയനാ ഭയേ കുഞ്ഞൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം. കുഞ്ഞ് ഇത് കതിരിക്കുട്ടി അനുഭവിപ്പിക്കണ്ട. ഇല്ല 10 കൊല്ലം ഫൈസലെ ജയിപ്പിച്ചാൻ വേണ്ടിക്ക് ഉള്ള പ്രതികാരങ്ങോ ജനങ്ങളെ കൂടെ അങ്ങ് എന്നെ മനസ്സിലാക്കണങ്ങോ എന്നാ അന്തുള്ള ചൊല്ലു. 10 കൊല്ലം ഫൈസലെ പാർലമെന്റിലേക്ക് വിട്ടേനാ പ്രതികാരം കാങ്ങോ ഇത്. നിങ്ങൾ കോട്ടു ഇട്ട ആൾക്കാരിലെയും കൂടിക്കൊണ്ട് അനുഭവിപ്പിക്കേണ്ട എല്ലാവരെയും. ഇല്ല ഞങ്ങൾ ഇതിൻ്റെ എന്നെ മനസ്സിലാക്കണം. കരക്ക് പോയ പെണ്ണുകളെ കൈ വളയില്ലേ ഊരിക്കൊടുത്ത് ജ്വല്ലറിക്ക് കൊടുത്ത് വിറ്റോണ്ടി വളയില്ലേ വേണമെങ്കിൽ നിങ്ങൾ ആക്ക് വേണം പോയി അന്വേഷിക്കില്ല. അല്ല വളവില്ല എന്നെ ചെയ്യും. നാളെ ഏറാൻ പോയാൽ ആ കപ്പൽ ലീവ് കപ്പൽക്ക് കയ്യാ ഓടാ. ആദ്യൻ്റെ മടങ്ങി വാർപ്പിടത്തേക്ക് പോകണം. ലോഡ്ജിലേക്ക് ആദ്യൻ്റെ റൂമിൽ പോകണം. പിന്നെ ആദ്യൻ്റെ വണ്ടി വിളിച്ച് വരുവണം. അല്ല ഇത് ഇങ്ങനെ ആയാൽ പിന്നെ ജനങ്ങൾ ജീവിപ്പാൻ എങ്ങനെ? ആകെ ഉള്ള 1 ലക്ഷം ആൾക്കാരെ ലക്ഷദ്വീപിന് 1 ലക്ഷം ആള്. ഈ 1 ലക്ഷം ആൾക്കാരെ കൊണ്ടുപോകാൻ കഴിയാത്ത നന്നാ മുത്തുമൂനെ MP ഹന്തുള്ള ഒരു കാര്യം മനസ്സിലാക്കി. ഇനിയെങ്കിലും കിട്ടി എന്നാൽ മത്സരിപ്പാൻ പരാജയപ്പെട്ട് പോക്കളെ. പിന്നെ നിങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളെ വയലേക്ക് ഞാൻ ചൊല്ലി കേട്ടേടി ജയിച്ചേ തീരൂ അന്നല്ലേ നിൽക്കേണ്ട കുറേ മർക്കട ബുദ്ധിക്കാരിലും ഉണ്ട് കേട്ടിയാ. കടമത്തിലെ കാസിംഗ് സേവർ കൂട്ടക്കാരിലും എന്നുള്ള ഇന്ന് അനുഭവിക്കേണ്ട ലക്ഷദ്വീപ് മൊത്തം കാണിത്. കുഞ്ഞ് എടുത്ത് നോക്കൂ. കുഞ്ഞ് ഏറിയനാ വയ്യുള്ള ഈ ലക്ഷദ്വീപിലെ മറ്റേ പോരായ്മ എന്നാന്നുള്ളേ. മലന്ന് കിടന്നൊന്ന് ഒറ്റയ്ക്ക് കിടക്കേണ്ടിയില്ല. റൂമിലുള്ളൊന്ന് കിടക്കേണ്ട സമയത്തൊന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടിയാ. കുഞ്ഞും കൂടി ജീവനുള്ള മനുഷ്യങ്കില്ലേ. കുഞ്ഞൊന്ന് ചിന്തിച്ച് നോക്കൂ. മൂങ്ങിങ്ങനെ ലായാ മതിയാ. ബാക്കിയുള്ള ജീവിക്കോണ്ടേ, മക്കളെ പഠിപ്പിക്കോണ്ടേ, മക്കളെ വിടോണ്ടേ. അല്ല ടിക്കറ്റ് കിട്ടുകൊണ്ടേ മോനെ. വേറെങ്കിലും ഡയലോഗ് ഇലക്ഷന് മുന്നേ മാറ്റത്തിനായി ഒരു വോട്ടു നാം അങ്ങനെ ആക്കും നാം ഇങ്ങനെ ആക്കും ഇതെല്ലാം ചൊല്ലി മൊത്തം ജനങ്ങളെ വഞ്ചിച്ചേല് കുഞ്ഞി. ഇനി വരെ അടുത്തിനും വരെ മത്സരിപ്പാം വരും. അല്ല ഒരു ഉടുപ്പില്ലേ എന്നാ മൂന്നൊന്ന് മനസ്സിലാക്ക്. ഉടുപ്പുള്ള ഒരു വ്യക്തിയും പിന്നെ ജനങ്ങളെ മുന്നിലേക്ക് വരാം. ജനങ്ങളെ എന്നെ പറ്റിക്കണ്ട. അങ്ങനെ എന്തോ കതിരിക്കുട്ടി എന്തോ പ്രതികാരം ചെയ്യേണ്ട പോലെ ഞങ്ങൾ ഇങ്ങനെ എന്നെ മനസ്സിലാക്കണം. അല്ല ഒരു വെടിക്കേണ്ട ഒരു കുഞ്ഞ് കരക്ക് വിടണമെങ്കിലും അന്തരത്തേക്ക് വിടണമെങ്കിലും നമ്മ ഓടിയിലാക്കി എന്നാന്നുള്ള കടലേക്ക് പോക്കുന്നില്ല, മറ്റേ അധ്വാനത്തും പോക്കുന്നില്ല. മക്കളെ വിടയാ കഴിയുക. എന്നെ റങ്ങാൻ തന്നെ കണക്കാക്കിപ്പോ 4 കൊല്ലവും ബാക്കിയുള്ള 4 കൊല്ലവും റങ്ങാൻ തന്നെ കണക്കാക്കിയതാ. ലക്ഷദ്വീപിലെ ജനം ഒരു കാര്യം മനസ്സിലാക്കണം. മുത്തുമക്കളെ ഫൈസൽ 10 കൊല്ലം പ്രതിപക്ഷം പോലും ഇല്ലാതെ ഭരിച്ചേരം ഇതുപോലത്തെ ഒരു ഘട്ടം നിങ്ങൾ മനസ്സിലെത്തി ചൊല്ലണം. പാർട്ടി നോക്കരുത്. ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്കുണ്ടായിനി. നിങ്ങളവിടെ നാം കേൾക്കേണ്ട ക്വസ്റ്റ്യൻ നിങ്ങൾ ഉത്തരം എന്താ? ഇതുപോലത്തെ ഒരു അനുഭവം നമ്മളെ ലക്ഷദ്വീപുകാരുടെ ജീവിതത്തുണ്ടായിനി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഉണ്ടായേലേ. അതുകൊണ്ട് ചൊല്ലുണ്ടേ ഇനിയെങ്കിലും ജീവനോടെ ഉള്ള ആൾക്കാരെ ഇപ്പം ഇനി ആര് ജീവിച്ചിരിക്കും ആര് മരിക്കുന്നാക്കും നമ്മളെ കൈ പിടിച്ചല്ലേ അത് റബ്ബിനെ ഇതുപോലെ ഉണ്ടാവും. അപ്പം ഇനിയെങ്കിലും വോട്ട് ചെയ്യേണ്ടതിലും ഒരു നല്ല വ്യക്തിയെ നോക്കി ലക്ഷദ്വീപ് പോകാൻ പറ്റിയ ഒരു വ്യക്തിയെ നോക്കി നിങ്ങൾ ജയിപ്പിക്കോളൂ. ലക്ഷദ്വീപിലെ ജനം അനുഭവിച്ച പോരാ. ഇനി നിങ്ങൾക്ക് മതിയായല്ലേ.